ചാനൽ വൈബ്സ് വെച്ചു. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ കോസ്റ്റ്യൂമല്ല ഈ ഉടുപ്പ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കുടിച്ചിട്ടില്ല നനച്ചിട്ടില്ലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഗൈസ്. ഇത് കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ഷനും തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നൈറ്റ് ഇൻ മൈ ലൈഫ്. നമ്മൾ കുറേ ഡേ ഇൻ മൈ ലൈഫ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, എന്നെ കണ്ടവരൊക്കെ കുറേ പേര് പറഞ്ഞു എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വല്ലതും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നടക്കും. പക്ഷേ നൈറ്റ് ഇൻ മൈ ലൈഫ് ചെയ്യാത്തൊരാരും ഇല്ലെന്നല്ല, എന്നാലും ഉണ്ട്, പക്ഷേ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നൈറ്റ് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് കുറച്ചധികം പണിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതെല്ലാം പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടുക. ഹായോ ഹലോയോ നിങ്ങളുടെ വിശേഷങ്ങളോ എന്ത് വേണമെങ്കിലും പറയാം, അഭിപ്രായങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അതിനല്ലേ കമൻറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വൈകിട്ടത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വന്നു. ഞാൻ ഈവനിങ് കുളിച്ച് കഴിഞ്ഞിട്ട് തലമുടി നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി അയച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ കിടക്കാൻ നേരമാണ് ഞാൻ അത് കെട്ടി വെക്കാമെന്നുള്ളൊരു ആലോചനയിൽ വന്ന് അങ്ങനെ റൂമിൽ വന്ന് അതിൻ്റെ ചടയും കാര്യങ്ങളും എല്ലാം കളഞ്ഞു. വൈകിട്ട് കുളിച്ചോകൊണ്ട് തലമുടി കഴുകിയോണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് മണ്ടയൊക്കെ എണ്ണമയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചീകി അതിൻ്റെ ചടയെല്ലാം കളഞ്ഞ് രണ്ട് സൈഡിലോട്ട് പകുത്തിട്ടു. രണ്ട് സൈഡിലോട്ട് പകുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിടാൻ വേണ്ടിയായിരുന്നു. കാരണം രാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ നല്ലതാണല്ലോ, കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പം അങ്ങനെ ആദ്യം ഒന്ന് പിന്നി, അത് കുളമായി. പിന്നെ വീണ്ടും പിന്നി, അതും കുളമായി. അങ്ങനെ മൂന്നാമത്തെ ട്രൈയിലാണ് ഇത് ഇത്രയും ശരിയായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മുടി ഇങ്ങനെ മേളിന്ന് ഫ്രഞ്ച് ബ്രെയ്ഡ് പോലെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പാടാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അത് വേറെ കോലത്തിലാവും. അപ്പം ഞാൻ നല്ല പെർഫെക്റ്റാക്കി നന്നായിട്ട് വലിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ആണ് കിടക്കാറ്. അപ്പോൾ തലമുടി ഇപ്പം ഡെയിലി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫ്രഞ്ച് ബ്രെയ്ഡ് പോലെ അല്ലെങ്കിൽ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ പിന്നിടുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ സൈഡൊക്കെ പിന്നാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നെ തലമുടിക്ക് അത്രയും തിക്നെസ് കുറവായിക്കൊണ്ട് അത് പെട്ടെന്നങ്ങ് പിന്നി വരും. എത്രയും അറ്റം വരെ പിന്നാവോ അത്രയും അറ്റം വരെ ഞാൻ പിന്നിയാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഡാൻസും കളിച്ചൊക്കെ നിൽക്കും. തന്നെ റൂമിലുള്ളത് കൊണ്ട് ഡാൻസും കളിച്ച് നിൽക്കും. ചില സമയത്തൊക്കെ പാടും. അങ്ങനെ തലമുടിയെല്ലാം പിന്നി കെട്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ നേരെ വാസ്ലൈൻ തപ്പിയെടുത്തു. ചുണ്ടിങ്ങനെ പൊട്ടുന്നത് കൊണ്ട് രാത്രി ഞാൻ തേച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം ഒരു കവറിങ് ആവുമല്ലോ. അതിന് ശേഷം ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്തു. പിന്നെ ആണെങ്കിൽ എൻ്റെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കുരു വരുന്നു. പ്രത്യേകിച്ച് ചുണ്ടിൻ്റെ മേലൊരു വലിയൊരു കുരു വന്നു. അത് ഭയങ്കര സീനായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഇച്ചിരി ഗ്ലിസറിൻ എടുത്ത് തേച്ചു. പിന്നെ കുരു ഉള്ളിടത്തൊക്കെ ചെറുതായിട്ട് തേച്ചു. പിന്നെ ആണെങ്കിൽ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കി കിടന്നു. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. അങ്ങനെ നേരെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ദോണ്ട് കിടക്കുന്നു കട്ടിലേൽ ഇങ്ങനെ തുണി. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ തുണിയെല്ലാം മടക്കി, ഓൾമോസ്റ്റ് എല്ലാം മടക്കി ഇങ്ങനെ തന്നെ റൂമിൽ നിന്ന് മടക്കുന്നത് കൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ എൻജോയ് ചെയ്ത് അതെല്ലാം മടക്കി എല്ലാം ഓരോരോ സൈഡിലോട്ടാക്കി. അമ്മയുടെ വേറെ എൻ്റെ വേറെ അങ്ങനെ ഓരോ സൈഡാക്കി വെച്ചു. പിന്നെ കിടക്കേണ്ടത് കൊണ്ട്
കുറച്ച് ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങ് ചെയ്തു. കാരണം മടി പാടില്ലല്ലോ, നമുക്ക് കിടന്നുറങ്ങണ്ടേ. അതുകൊണ്ട് തുണിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം അമ്മയുടെ തുണിയെല്ലാം കൂടെ അമ്മയുടെ റൂമിലോട്ട് കൊടുത്തു. അവിടെ കൊണ്ടുവച്ചു. പിന്നെ ആണെങ്കിൽ നേരെ തിരിച്ച് വന്നിട്ട് എൻ്റെ 2-3 ഡ്രസ്സ് അങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ആണെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ ഷെൽഫിൽ കൊണ്ടുവച്ചു. ഷെൽഫിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് കട്ടിലൊന്ന് അറേഞ്ച് ചെയ്ത് ഇട്ടു. കട്ടിലെ കടന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി. വാച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചാർജറും വാച്ചും പവർ ബാങ്കും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ സൈഡിലോട്ടാക്കി വെച്ചു, കാരണം കിടക്കണ്ടേ. അപ്പം അതെല്ലാം സൈഡിലോട്ടാക്കി വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിലെ ടേബിളിലിരുന്ന സാധനങ്ങളെടുത്ത് വിൻഡോയുടെ അവിടുത്തെ ആ ഒരു പടിയിലോട്ട് വെച്ചു. ഇൻ കേസ് വല്ല ഞാൻ തട്ടി താഴെ ഇട്ടാലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. അങ്ങനെ എല്ലാം മാറ്റിയിട്ടിട്ട് ഞാൻ നേരെ എൻ്റെ ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചു. അതിന് ശേഷം മമ്മി വന്നു റൂമിൽ. അപ്പം നൈറ്റ് ഓൾമോസ്റ്റ് ചില ദിവസങ്ങളിലെല്ലാം ഞാനും മമ്മിയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും, പപ്പായോ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങാറ്. മോസ്റ്റ്ലി ഞങ്ങൾ രാത്രി ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടേ കിടന്ന് ഉറങ്ങാറുള്ളൂ. എന്താണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. പക്ഷേ സംസാരിക്കുന്ന കാര്യം നല്ല രീതിയിൽ സംസാരിക്കും. എന്നിട്ട് കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ആയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പം മമ്മിയോടുള്ള ചർച്ചയുടെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ കാലുകൾ ശ്രദ്ധിക്കുന്നത്. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഭയങ്കര ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എൻ്റെ കൈയും ചുണ്ടും കാലും എല്ലാം ഭയങ്കര ഡ്രൈ ആകുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ക്രീം പോയി എടുത്തുകൊണ്ട് വന്നിട്ട് 2 കാലിലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് തേച്ച് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കാലിലൊരു ടേപ്പ് ചുറ്റണമായിരുന്നു. കാലിലല്ല, വിരലയിൽ. ഒരിടയ്ക്ക് വീണപ്പം ഒന്ന് ഇടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളും അത് വിരലിങ്ങനെ അനങ്ങുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനും അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയും ഒരു ടേപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാനാണെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് കാലിൽ ചുറ്റി. അതാകുമ്പോൾ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ നമുക്ക് വേദന വരത്തില്ല. ഇല്ലെങ്കിൽ നൈറ്റൊക്കെ ആകുമ്പോൾ ഒന്നാമത് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെയിനായിരിക്കും. തണുപ്പൊക്കെ അടിക്കുമ്പോൾ നല്ല പെയിനായിരിക്കും, പ്രത്യേകിച്ച് അനങ്ങുമ്പോൾ. അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്ലാങ്കറ്റ് എടുത്ത് നല്ല രീതിയിൽ വിരിച്ചിട്ടു. അപ്പം നമുക്ക് കിടക്കുമ്പോൾ സുഖമായിട്ട് കിടക്കാമല്ലോ. അങ്ങനെ എൻ്റെ കണ്ണാടിയെല്ലാം ഊരി വെച്ച് ലൈറ്റൊക്കെ അടച്ചു. അങ്ങനെ സുഖനിദ്രയായി. അപ്പം ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.